എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ക്രിസ്തുമസ് സ്പെഷ്യൽ റെഡ് വൈനാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് വളരെ ഈസിയായി തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മുന്തിരി വൈനാണല്ലോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ മെയിൻ സംഭവമായ മുന്തിരി ഞാനിവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൈൻ തയ്യാറാക്കുന്നത് ഭരണിയിലാണ്. നിങ്ങളുടെ അടുത്ത് ഭരണി ഇല്ലെങ്കിൽ ചില്ലുകുപ്പി എടുക്കാവുന്നതാണ്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇത് ഇടാൻ ശ്രമിക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മരത്തിൻ്റെ കയ്യിലാണ്. ഈ ഭരണിയും കയ്യിലൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം. പറ്റുവാണെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം, പഞ്ചസാര, ഈസ്റ്റ്, ഗോതമ്പ്. ഇതിൻ്റെയൊക്കെ അളവ് പറയുകയാണെങ്കിൽ സൂചി ഗോതമ്പല്ലാതെ നമ്മുടെ സാധാ ഗോതമ്പുണ്ടല്ലോ വലുത്, അത് ഒരു പിടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അതായത് ഒരു 1/4 സ്പൂണിനേക്കാളും കുറച്ച് കുറവ് ഈസ്റ്റ് ഇട്ടിട്ട് ഞാൻ വീർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പഞ്ചസാര 500 ഗ്രാം മുതൽ 600 ഗ്രാം വരെയാണ് എടുക്കേണ്ടത്. ഞാനൊരു 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണം, അതൊരു 400 ml. പച്ചവെള്ളം ഒരിക്കലും എടുക്കരുത്. ഇനി നമുക്ക് വൈനിടാൻ ആരംഭിക്കാം. അതിന് ഞാൻ ഭരണി തുടച്ച് ഉണക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഞാൻ തുണി വെച്ച് നന്നായി തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ മുന്തിരി ഇട്ടതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനാണ് ഞാൻ മരത്തിൻ്റെ ഒരു കയ്യിൽ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സത്ത് നമുക്ക് ഇറങ്ങി വരും. ഞങ്ങൾ സ്ഥിരം മുന്തിരി വൈൻ തയ്യാറാക്കാറുള്ളതാണ്. ആദ്യമൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇട്ടിരുന്നത്. പക്ഷേ 10-21 ദിവസം കഴിഞ്ഞാലും ഈ മുന്തിരിയുടെ തൊലി പൊട്ടിയിട്ട് അതിൻ്റെ സത്ത് പുറത്ത് വരാറില്ല. അപ്പം നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാറില്ല. അത് പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ്. ഇതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 ദിവസമൊന്നും ആവണ്ട, 10-15 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈനായിട്ട് കിട്ടും. പക്ഷേ എന്നാലും 20 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ അരിച്ചതിന് ശേഷമാണ് കുറച്ച് കൂടുതൽ ദിവസം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. ബാക്കിയുള്ള മുന്തിരിയും കൂടെ ഇട്ട് ഞാൻ ഒന്നും കൂടെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത്രയ്ക്ക് ഉടച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനൊരു 600 ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. 500 മുതൽ 600 വരെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഗോതമ്പ് ഒരു പിടി ഇട്ട് കൊടുക്കാം. വീര്യം കൂട്ടാനാണ് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് ഈസ്റ്റ്. ഒരു 3-4 മണിക്കൂർ മുന്നേ ഞാൻ 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു 1/4 സ്പൂണിലേക്കാൾ കുറവ് ഈസ്റ്റ് ഇട്ട് വീർക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉള്ളവർക്ക് അത് ഇടാം. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താം. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം വേണം, ചൂടുവെള്ളം പാടില്ല. അതുപോലെ തന്നെ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഞാനിതിലേക്ക് 400 ml തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ എടുക്കണ ചില്ലുകുപ്പിയോ ഭരണിയോ ഇതിലേക്ക് ചെറുതാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 400 ml വെള്ളം എടുത്തു വെച്ചത് നിറയുമെന്ന് വെച്ചാൽ ഒരിക്കലും മുഴുവൻ ഒഴിക്കരുത്. അതിൻ്റെ 3/4 ഭാഗം കണ്ടാണ് ഒഴിക്കേണ്ടത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുന്തിരിയൊക്കെ പൊങ്ങി വരും. ഈസ്റ്റ് ഇടുന്നുണ്ടല്ലോ നമ്മൾ, അതുകൊണ്ട് അപ്പം നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ നമ്മുടെ വൈനിടൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു നമ്മൾ. ഇനി നമുക്കിത് അടച്ച് കറക്റ്റായിട്ട് വെക്കണം. ഇത് മൂടി അടച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉറുമ്പുകൾ കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു തുണി വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുകയാണ്. ഇനി ഇത് ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് ഇളക്കണത്. നിങ്ങൾക്ക് ഇടയിൽ ഞാനത് കാണിച്ചു തരാം. വൈനിട്ടിട്ടുള്ള 3-ാമത്തെ ദിവസത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. 3-ാമത്തെ ദിവസമായതുകൊണ്ട് ഇത് പുളിച്ച് പൊങ്ങി കറക്റ്റായി വരുന്നേ ഉള്ളൂ. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇത് ഉടച്ചു കൊടുത്തതിന് സത്തൊക്കെ പുറത്ത് വന്നതുകൊണ്ട് ഇപ്പോഴേ തന്നെ നല്ല കളറും നല്ല മണമുണ്ട്. ഇനി നമുക്കിത് പഴയപടി തന്നെ കെട്ടി കറക്റ്റാക്കി എടുത്തു വയ്ക്കാം. വൈനിട്ടതിന് ശേഷം 12-ാമത്തെ ദിവസമാണ് ഇന്ന്. മുന്തിരിയൊക്കെ പൊന്തി നിൽക്കണം കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെറിയ പാത്രത്തിലാണ് ഇടുന്നതെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ 21 ദിവസമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം.
21 ദിവസത്തിന് ശേഷമുള്ള മുന്തിരി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് 21ാമത്തെ ദിവസത്തിൻ്റെ അന്നാണ് ഞാനിത് എടുത്ത് അരിച്ചു വെച്ചത്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.